ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്ന് ഒരു ക്യൂട്ടായിട്ടുള്ള മിനി നോട്ട്ബുക്ക് ഉണ്ടാക്കാം. ക്യൂട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതേമാതിരി കുറച്ച് പേജസ് വേണം. അപ്പോൾ പഴയ നോട്ട്ബുക്കിലെ പേജസ് എടുക്കുക, പുതിയ നോട്ട്ബുക്കിലെ പേജസ് ഒന്നും ആരും എടുക്കരുത്. അപ്പോൾ നമുക്ക് ഇതേമാതിരി കുറച്ച് പേജസ് വേണം. പിന്നെ എല്ലാവരെയും പഴയ നോട്ട്ബുക്കൊക്കെ കാണും. ഇപ്പോൾ വെക്കേഷനൊക്കെയാണ്, ക്ലാസ്സൊക്കെ കഴിഞ്ഞു. സോ നോട്ട്ബുക്കിലെ പേജസൊക്കെ കാണും. നമ്മൾ പിന്നെ പണ്ടേ സ്കൂളിൽ പോയ നോട്ടൊന്നും അങ്ങനെ എഴുതിയെടുക്കാത്തതുകൊണ്ട് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ട്. സോ ഇങ്ങനെ കുറേ മിനി നോട്ട്ബുക്കൊക്കെ ഉണ്ടാക്കി ഭയങ്കര ക്യൂട്ടാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ആ പേപ്പർ എടുക്കുക, അതിനുശേഷം നടുക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പേജസ് കിട്ടും. വീണ്ടും അത് സ്മോൾ ആക്കാം. നമുക്ക് ആവശ്യം എത്രത്തോളം അത് ചെറുതാക്കണോ അത്രത്തോളം നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേമാതിരി അതിൽ ഓരോ പേപ്പറുകളും ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ പൂവിൽ നിന്നൊക്കെ ഇതളുകൾ മാറ്റുന്നത് പോലെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ ഓരോ പേപ്പേഴ്സ് ഇതേമാതിരി മാറ്റി വയ്ക്കുക. ഈ പാർട്ടൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതേമാതിരി പേപ്പേഴ്സ് കിട്ടും. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട് തന്നെ. എന്നിട്ട് നമ്മൾ ഒരു പേപ്പർ എടുക്കുക, അതിന് നടുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പേപ്പർ എടുക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും ഈ സ്റ്റെപ്പ് അറിയാമായിരിക്കും. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ അതവിടെ സ്റ്റിക്കായിരുന്നോളും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നടുക്ക് ഒരുപാട് ഗ്ലൂ അപ്ലൈ ചെയ്യില്ല, കുറച്ച് മാത്രം അപ്ലൈ ചെയ്യാം. ഒരുപാട് അപ്ലൈ ചെയ്താൽ ഭയങ്കരമായിട്ടും സ്റ്റിക്കായി പിന്നെ നമുക്കത് പേജസ് മാറ്റാൻ പറ്റാത്ത രീതിയിലാവും. അപ്പോൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അതേമാതിരി എല്ലാം നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണമെന്നും ഒന്ന് പറയുക. അപ്പോൾ എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. സോ ഇതേമാതിരി നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കി ഒന്ന് പെർഫെക്ഷനാക്കി എടുക്കാനാണ് ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ എഡ്ജസിൽ എക്സ്ട്രാ പോർഷൻസ് വരും. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം, എന്നാലേ കുറച്ച് നീറ്റായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിന് നടുക്കായിട്ടൊന്ന് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, കുറച്ചും കൂടെ ഒന്ന് ഇത് വരുത്തണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വെച്ച് സ്റ്റാപ്ലർ ചെയ്യാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് മടങ്ങും, അത് നമുക്ക് ഒന്ന് കൈ വെച്ചൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്താൽ ശരിയാവും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അതിൻ്റെ കവർ ശരിയാക്കാം. അപ്പം ഈ നോട്ട്ബുക്കിൻ്റെ കവർ തന്നെ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കവർ തന്നെയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളുടെ ആ ബുക്കിൻ്റെ പരുവത്തിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഇങ്ങനെ വെച്ച് നോക്കുക. അതിനുശേഷം ഇത് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു വൈറ്റ് പേപ്പർ എടുക്കുക. വൈറ്റ് പേപ്പർ ചിലപ്പോൾ ചാർട്ടോ അല്ലെങ്കിൽ കളർ പേപ്പറോ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ നടുക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേമാതിരി ആ സൈഡൊക്കെ ഒന്ന് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. അതേമാതിരി നമ്മൾ ആ കോർണേഴ്സൊക്കെ ഇല്ലേ, അതൊന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമ്മളിത് മടക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാ സൈഡും ഇതേമാതിരി ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു കവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഗ്ലൂ എടുക്കുക. നടുക്കത്തെ പോർഷനിൽ കുറച്ച് അപ്ലൈ ചെയ്യുക. കുറച്ച് അപ്ലൈ ചെയ്താൽ മതി, ഒരുപാടായാൽ ഭയങ്കര മെസ്സാവും. അപ്പോൾ അതേപോലെ ഒന്ന് ചെയ്താൽ നമുക്ക് ആ മെസ്സൊന്ന് ഒഴിവാക്കാം. എന്നിട്ട് ഇതേമാതിരി എല്ലാ കോർണേഴ്സും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം അവിടെ സ്റ്റിക്കായിട്ടിരിക്കും. എന്നിട്ടൊരു സ്കെയിൽ എടുക്കുക. ആ ഒരു എഡ്ജ് ഭാഗമില്ലേ, അവിടെ ഇങ്ങനെ ഒന്ന് വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ആ എഡ്ജ് ഭാഗം നല്ല ഒരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും, കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ നോട്ട്ബുക്കിൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. സോ ഇനി നമുക്ക് കുറച്ചുകൂടെ ക്യൂട്ടാക്കാനായിട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ക്യൂട്ടെന്ന് പറയുമ്പോഴേ മനസ്സിലോട്ട് ഓടി വരുന്നത് പിങ്ക് കളറാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലൈറ്റ് പിങ്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രിഡ് ലൈൻസ് തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻ്റായിട്ട് ട്രൈ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓൾറെഡി നമ്മളെ ബുക്ക് നല്ല ക്യൂട്ട് ആൻഡ് മിനി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചും കൂടെ ഒന്ന് അതൊന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഇതേമാതിരി ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. സോ ഇതേമാതിരി ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുക. ഗ്രിഡ് ലൈൻസ് തന്നെ ഇപ്പോൾ പല ടൈപ്പ് ഉണ്ട്. സോ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തിക്നെസ് കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെ ഡിഫറെൻ്റായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്ക് സൈഡിൽ ചെയ്തിട്ടില്ല, ഫ്രണ്ടിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതേമാതിരി ഞാൻ കുറച്ചൊരു പേപ്പറിൽ ഇങ്ങനെ കുറച്ച് സ്ട്രോബെറീസ് വരച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് നമുക്ക് ക്യൂട്ടാക്കാം. അപ്പോൾ നമ്മളുടെ തീം ഒരു പിങ്ക് ആയതുകൊണ്ടാണ് ഞാൻ സ്ട്രോബെറി സെലക്ട് ചെയ്തത്. അപ്പോൾ വേറെ ഒരു തീമാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള എന്തെങ്കിലും സെലക്ട് ചെയ്യാം.
സോ ഇതേമാതിരി ഞാനതൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഭയങ്കരമായിട്ടും ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബുക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. ആ ഒരു അകഭാഗമൊക്കെ നല്ല ഡ്രൈ ആയി എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി നമുക്ക് നല്ല മിനി ക്യൂട്ട് നോട്ട്ബുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.